മലപ്പുറം വേങ്ങരയിൽ നവവധുവിന് മർദ്ദനമേറ്റ സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി പരാതിക്കാരി. ഭർത്താവ് മുഹമ്മദ് ഫായിസ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് പെൺകുട്ടി 24-നോട് പറഞ്ഞു. പ്രതികളായ മുഹമ്മദ് ഫായിസയും ഭർത്തൃപിതാവ് സെയ്ദലവിയും ഒളിവിലെന്ന് പോലീസ്. മൂന്നാമത്തെ ദിവസം ഫസ്റ്റ് തുടങ്ങിയതാണ്. സംസാരിക്കുന്ന ഇടയിൽ മൂന്തൊക്കെ അടിച്ച് കണ്ണടക്കി മൂന്തൊക്കെ അടിച്ചുകൊണ്ട് ഇവിടെ ഒന്നായിട്ട് വീങ്ങി. പിന്നെ രണ്ട് ചെവിയും വെച്ചുകൊണ്ട് ഇങ്ങനെ രണ്ട് കൈയും വെച്ചുകൊണ്ട് ചെവിക്ക് അടിച്ചുകൊണ്ടാണ് ചെവിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സൗണ്ട് കൊണ്ട് പോയി. ചെവിൻ്റെ സൗണ്ട് കുറഞ്ഞു. പിന്നെ എന്താണ് എന്നെ കെടുത്തിക്കാണ്ട് തണുക്കിന് വെച്ചാണ്ട് അമർത്താൻ എന്നെ കൊല്ലാൻ വരെ അവൻ ശ്രമിച്ച് തണുക്കിന് വെച്ച് അമർത്തി. പിന്നെ അപ്പോൾ നട്ടെല്ലിന് ചവിട്ടിക്കാണ്ട് അപ്പോൾ എനിക്ക് വീപ്പിട്ടണില്ല 3 ചിരിക്കുക. റൂമിൻ്റെ വാതിലിൻ്റെ മൂലക്കലിട്ടുകാണ്ട് ചവിട്ടി ചെയ്ത് അങ്ങനെ കുറേ ചാർജറായിട്ട് നല്ല ഇതാക്കി. ചാർജർ പൊട്ടുകളും അഡാപ്റ്ററായിട്ട് വെച്ചുകൊണ്ട് ഇവിടെ നന്നായിട്ട് ഇങ്ങോട്ട് ഇതാക്കി. സമീർ ബിൻ കരീം മലപ്പുറത്തുനിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സമീർ, ഈ നവവധു പുതുതായി പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? വേണു, കൂടുതൽ വെളിപ്പെടുത്തലുമായി നവവധു നിലവിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ പെൺകുട്ടി പറയുന്നത് ഈ ഭർത്താവായിരിക്കുന്ന വേങ്ങര സ്വദേശി മുഹമ്മദ് ഫായിസ് തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഈ സംശയരോഗത്തിന്റെയും അതോടൊപ്പം തന്നെ കൂടുതൽ ഈ സ്ത്രീധനം ആവശ്യപ്പെട്ടുമായിരുന്നു മർദ്ദനം. ഈ പലക്കുറി ഇയാൾ കൈകൊണ്ട് പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു. മൊബൈൽ ഫോണിന്റെ ചാർജറും കൊണ്ട് മർദ്ദിച്ചു. അതിന് പിന്നാലെ ഇയാൾ തലയണ ഉപയോഗിച്ച് മുഖത്ത് അമർത്തിപ്പിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ പെൺകുട്ടി വെളിപ്പെടുത്തുന്നത്. ഈ ശ്വാസം അതായത് തലയണയുമായി ബലം പ്രയോഗിക്കുന്ന സമയത്ത് പെൺകുട്ടി ശ്വാസം മുട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ ഫായിസ് നിന്ന് ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പെൺകുട്ടി വളരെ വേദനയോട് കൂടി പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ നട്ടലിനും പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അതോടൊപ്പം തന്നെ ശുചിമുറിയിൽ കൊണ്ടുപോയി അവിടെ ഇട്ട് ചവിട്ടിക്കൂട്ടി എന്നുള്ളതാണ് ഈ പെൺകുട്ടി പറഞ്ഞു വെക്കുന്നത്. ഏതായാലും വേങ്ങര സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഫായിസിന്റെ കൂടുതൽ മർദ്ദനത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ 24-ലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ കുടുംബം പറയുന്നത് ഇത്രയധികം ദിവസങ്ങളായിട്ടും ഈ പ്രതി മുഹമ്മദ് ഫായിസ്, അതോടൊപ്പം തന്നെ ഈ കേസിലെ 3-ാം പ്രതി ഫായിസിന്റെ പിതാവ് സൈദലവി എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിട്ടും പോലീസ് പ്രതികളെ പിടികൂടുന്നില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് വ്യക്തമാക്കുന്നത് ഈ കേസിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഈ മുഹമ്മദ് ഫായിസും പിതാവും നിലവിൽ വിദേശത്തേക്ക് കടന്ന് ഒളിവിൽ കഴിയുകയാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൊലപാതക ശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. ഉടൻ തന്നെ പ്രതിയെ പിടികൂടാനാകുമെന്നുള്ളതാണ് പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. വേണു. ശരി, സമീർ ബിൻ കരീമാണ് മലപ്പുറത്തുനിന്ന് വിവരങ്ങളുമായി ചേർന്നത്.